ഫ്രണ്ട്സ് തള്ളുവണ്ടി ഹരി അറബിക്കുമായി ഷിറാസ് ഫ്രം കണ്ണൂർ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തോ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. കേസ് നമ്പർ CC 739/2024 4 December 2024 ഞങ്ങൾ കേസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 23/1/2026 അതായത് ഇന്നാണ് കൺസ്യൂമർ കോർട്ട് മൈ അഡ്വക്കേറ്റ് ആൻഡ് MVD ഇൻസ്പെക്ടർ ഇൻഫോം ചെയ്തിട്ടുള്ളത് വെഹിക്കിൾ ടെസ്റ്റിംഗ് ഡേ. സോ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് കണ്ണൂരിൽ നിന്ന് കൊയിലാണ്ടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഒരു ചെറിയൊരു യാത്ര. നമുക്ക് വണ്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കണം. കാരണം ട്രാഫിക്കിലാണ് ഇതിൻ്റെ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മോട് ഇൻഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കൊയിലാണ്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് ഒരു ചെറിയ യാത്ര ചെയ്യാൻ പോവാണ്. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനും ഫ്രണ്ട്സും കൂടിയിട്ട് ഇവിടെ നിന്ന് കൊയിലാണ്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കുറച്ച് ഹീറ്റാകുന്ന സമയത്ത് ക്ലച്ച് ഉള്ളിലേക്ക് വലിയുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എവിടെ നിന്നൊരു ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മൾ MVD ഇൻസ്പെക്ടറെ വിളിച്ച് അത് കാണിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ. അങ്ങനെ ഞങ്ങൾ തലശ്ശേരിയിലെത്തിയിട്ടുണ്ട്. വലിയ ട്രാഫിക്കൊന്നും ഇല്ല. നമ്മൾ ട്രാഫിക് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തലശ്ശേരിയിലോട്ട് വന്നത്. ട്രാഫിക് വളരെ കുറവാണ്. പക്ഷെ ഇപ്പോൾ തലശ്ശേരിയിലെത്തിയിട്ടുണ്ട്. അപ്പം ഇത്ര വരെയായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല കാര്യമായിട്ട്. ഞാൻ നോക്കാം. അങ്ങനെ നമ്മൾ കണ്ണൂർ ടൗണിലേക്ക് എത്താനായി. അപ്പോൾ ഇവിടെ ട്രാഫിക് ഉണ്ട്, കുറച്ച് ട്രാഫിക് ഉണ്ട് ഇവിടെ. അപ്പോൾ ട്രാഫിക്കിലൂടെ നമ്മൾ പോയി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നോക്കുന്ന അറിയാം. കാലിന് പ്രശ്നമാകുന്നുണ്ട്. എൻ്റെ ക്ലച്ച് അതെനിക്ക് പോയിന്ന് തോന്നുന്നു. പോയി ക്ലച്ച് പോയി. വണ്ടീൻ്റെ ക്ലച്ച് പോയിട്ടുണ്ട്. ഗിയറൊക്കെ ജാമാണെന്ന് തോന്നുന്നു. എന്തായാലും ഹൈവേ എന്നായത് ഭാഗ്യമായി. ഓക്കെ, അതൊന്ന് ക്ലച്ച് ഒന്ന് കാണിക്കും. ക്ലച്ച് കാണിക്കും. റോഡിലാണുള്ളത്. കാര്യം എനിക്ക് ക്ലച്ച് പൊന്നുന്നില്ല കേട്ടോ. ഇതാണ് അവസ്ഥ. കാല് അതായത് ക്ലച്ച് അങ്ങ് ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. നമ്മളത് ക്ലച്ചിനി ചവിട്ടി വലിക്കണം. കേട്ടോ, ഇങ്ങനെ വലിക്കണം. ഇത് പോയി. ഇതാണ് ക്ലച്ചിന് ഇഷ്യൂ വരുന്നത്. ഇതാണ് ഇപ്പോൾ ക്ലച്ചിന് ഇഷ്യൂ വരുന്നത്. നമുക്ക് ഇനി ഇതാവണമെന്നുണ്ടെങ്കിൽ റെഡി ആവണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ആണ് ഇപ്പോൾ ക്ലച്ച് ഇതാകുന്നുള്ളൂ. ഇപ്പോൾ സ്മെല്ലുണ്ട് കുറച്ച്. ക്ലച്ചിന് കുറച്ച് സ്മെല്ല് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നടു റോഡ് ആയതുകൊണ്ട് ടൗൺ ഏരിയ എന്നാണെങ്കിൽ അവിടെ ബ്ലോക്ക് ആയിട്ടിരിക്കും. ഇപ്പോൾ ഇനി ഇത് മൂവ് ആകാൻ പറ്റത്തില്ല നമുക്ക്. കാരണം ക്ലച്ചിലാണ് ഓടിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ക്യാമറ നമ്മൾ നടു റോഡുമിലുള്ളത്, ബ്രേക്ക് ഡൗൺ ആയിട്ട് നടു റോഡുമിലുള്ളത്. ഇപ്പം ക്ലച്ചിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങോട്ട് തരും. അതിപ്പോൾ ക്ലച്ചിൻ്റെ അവസ്ഥ ഇതാണ്. ക്ലച്ച് അമർന്നിട്ടാണുള്ളത്. ഇതുണ്ടോ, ഇത് നമ്മളിങ്ങനെ ഫുള്ളായിട്ടങ്ങ് ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അതിന് നമ്മൾ ഇതുണ്ടോ, ഇത് റിവേഴ്സ് വരത്തില്ല ക്ലച്ച്. ഈ ക്ലച്ചാണ് നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ പൊന്തിക്കേണ്ടത്. ഇത് മൊത്തമായിട്ട് അങ്ങ് പോയിട്ടുണ്ട്. സ്മെല്ലുണ്ട് ക്ലച്ചിന്. ഇതാണ് ഇതിൻ്റെ ഇഷ്യൂ. ഓക്കെ, തൽക്കാലം നമുക്ക് ഇത് വെക്കാൻ. തൽക്കാലം ഇവിടെ റിസ്ക്കാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. മറ്റൊരു ക്ലിയർ ആകുന്ന വരെ. നമ്മളിപ്പോൾ കോർട്ട് നിശ്ചയിച്ച MVD ഇൻസ്പെക്ടറെ ഇൻഫോം ചെയ്തിട്ടുണ്ട്.
വീഡിയോസൊക്കെ കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ KVR നിന്ന് വന്ന ആൾക്കാർക്ക് ഇന്ന സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ, അവരെ KVRൻ്റെ ഷോറൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളത്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരമായിട്ടുള്ളത്. അപ്പോൾ അവർ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ട് അവിടെ നിന്ന് ഒരാളെ ഇങ്ങോട്ടേക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വി ആർ വെയിറ്റിംഗ് ഫോർ ഹിം. ഓക്കെ. KVRൻ്റെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് അവർ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക വണ്ടി. ഓക്കെ. കണ്ട മനസ്സിലായല്ലോ അല്ലേ? ക്ലച്ച് താഴ്ന്നത് കണ്ടല്ലോ അല്ലേ? അതായത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. KVRൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്, അവരുടെ സ്റ്റാഫാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ക്ലച്ച് താഴേക്ക് പോയത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി എന്താണ് കാര്യം എന്നുള്ളത്. ഞാൻ അതുകൊണ്ടാണ് കണ്ണൂരേക്ക് വന്നത്. കണ്ണൂരിൽ നിന്ന് ഞാൻ തിരിച്ചു പോകുമ്പോഴാണ് വണ്ടി ഒന്നും എടുക്കാറില്ല. അത്യാവശ്യം മാത്രമേ ഷോർട്ട് ട്രാവലിന് മാത്രമേ എടുക്കാറുള്ളൂ, ലോങ് ട്രാവൽ എടുക്കാറില്ല. ഇത് ബ്ലോക്ക് ആകുമ്പോഴാണ് നിങ്ങളിലൂടെ വന്നത്. അപ്പോൾ അവിടെ റെയിൽവേ ക്രോസിൽ കുറച്ച് ട്രാഫിക് അവിടെ ഉണ്ടായിരുന്നു. ട്രാഫിക്കിലാകുമ്പോഴാണ് ഇതാവുന്നത്. ട്രാഫിക്കിലേക്ക് എത്തുമ്പോഴാണ് ഈ സംഭവം. അല്ല എന്താ സ്ഥിതി അളിയാ? റെസ്റ്റ് എടുക്കണ? ഓക്കെ. ഇത് എവിടെ വെച്ചോ വയ്ക്കല്? അല്ല അവരെന്ത് പറഞ്ഞു? അല്ല അവരെന്താ പറഞ്ഞ്? ഞാൻ ക്ലിയർ ആയിരുന്നില്ല. അല്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് കൺസ്യൂമർ കോർട്ടിലുള്ള കാര്യമാണ്. അവർക്കിപ്പോ വണ്ടി എടുത്തോണ്ട് പോകാൻ എനിക്ക് കൊടുക്കാനും പറ്റൂല, അവർക്ക് എടുക്കാൻ പറ്റൂല. സോ വി ഹാവ് ടു വെയിറ്റ് ഫോർ 1 hour. അപ്പൊ ഇത് ഒന്നും ക്ലിയർ ആവും. അപ്പൊ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ പോകാം, വീട്ടിലേക്ക് മെല്ലെ പോകാം, നോക്കി പോകാം. Crazy if you think that I'ma slow down. Wanna hear it talking shit for the drama. You keep it coming, I'ma send you